ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർത്തി പാർസോൾട്ട്. ഞാൻ കാർത്തി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ടും പിന്നെ കൂടുതൽ ഫോണിലെടുക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടി ഞങ്ങൾ പുറകിൽ ഒരു സ്വിമ്മിംഗ് പൂൾ അങ്ങ് പണിഞ്ഞു. പുറകിലെന്ന് വെച്ചാൽ ഞങ്ങളെ പറമ്പിലായിട്ട് ഞങ്ങളൊരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ പണിതു. നേരത്തെ ഈ സമയത്തൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫ്രണ്ടിലായിട്ടായിരുന്നു പണിതത്. പക്ഷേ അതിലും 2 ഇരട്ടി വലുതാണ് ഈ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ അമ്മയും പാറും ഞാനും ആയിരുന്നു ഇത് ചെയ്തത്. അപ്പോൾ വീഡിയോ ഒക്കെ ഞാനെടുത്ത് അങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ഇത് ഇത്തിരി വലുതും നല്ല ആഴമുള്ളതുമാണ്. ഇതപ്പോൾ ഞങ്ങൾ അന്നേരം പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ധൃതിയായതുകൊണ്ട് വീട്ടിൽ നേരത്തെ ഉപയോഗിച്ച് ആ ഒരു ടർപ്പ വെച്ച് ഞങ്ങൾ വിരിച്ചിട്ട് വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കുകയാണ് ചെയ്തത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബ്ലാക്ക് കളർ ടർപ്പയും പിന്നെ അതിൻ്റെ താഴെ പിന്നെ ഒരു കട്ടിയുള്ള ഒരു ഫോം പോലത്തെ സംഭവമായിരുന്നു വെച്ചത്. പിന്നെ അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. പാറുവിൻ്റെ മുട്ടിൻ്റെ അത്രയും വരെയുണ്ട് ഈ വെള്ളം. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് നേരമൊക്കെ കിടക്കാനും നല്ല രസമൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിലൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം നമ്മൾ തുള്ളണ അനുസരിച്ച് ഇതിൻ്റെ ആ ഓരോരോ അരികിൽ കൂടി വെള്ളമെല്ലാം അകത്തേക്ക് കയറുന്നതുകൊണ്ട് ബബിള് പോലെ നമുക്കിങ്ങനെ പൊങ്ങി വരുവാണ്. അതിപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു വേറൊരു നല്ലൊരു ടർപ്പ വാങ്ങാമെന്നൊക്കെ ആലോചിച്ച് ഇരിക്കുമായിരുന്നു. അങ്ങനെ പുതിയ ടർപ്പ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോൾ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ 2 ദിവസത്തേക്ക് ഈ സ്വിമ്മിംഗ് പൂളിനെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ കിടന്ന അവസ്ഥയാണിത്. ഈ ഇലയൊക്കെ വീണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അങ്ങനെ ഞങ്ങളിത് ക്ലീൻ ചെയ്ത് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആ വിരിച്ച ടർപ്പയെല്ലാം കളഞ്ഞ് അതിൻ്റെ താഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ പണിയായതുകൊണ്ട് ഞങ്ങളൊരു തുണിയൊക്കെ വെച്ച് അതിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം കളഞ്ഞു. പിന്നെ ഈ ഇല വീണത് ഇതിൻ്റെ നേരെയായിട്ട് ഒരു ബഡ് റംബൂട്ടാനും പിന്നെ പപ്പായയുടെ ട്രീയും ഉണ്ട്. ഇതാണ് ആ ഒരു ടർപ്പ. ഇപ്പോൾ ക്ലീൻ ചെയ്ത് അത്യാവശ്യം സെറ്റാക്കി. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വാങ്ങിയ ടർപ്പ. ഇത് 15x12 ടർപ്പയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ടർപ്പ ആയതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ടർപ്പയെല്ലാം വിരിച്ച് സെറ്റാക്കുവാണ്. ഈ ടർപ്പ ഇത് ഒരെണ്ണം നല്ലൊരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ നമുക്കൊരു ഫീല് കിട്ടും ഈ ടർപ്പയിലൂടെ. അങ്ങനെ ഇതിൽ വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ സെറ്റാക്കുകയായിരുന്നു. ഞങ്ങൾ 2 ദിവസമായിരുന്നു ഉപയോഗിച്ചത്. കാരണം പെട്ടെന്ന് നിറയാൻ വേണ്ടി. ഇവിടെ ഒരു അത്യാവശ്യം പെട്ടെന്ന് വന്നതും പിന്നെ ഇതൊരു കുഞ്ഞു ഓസാണ്. ഇത് പണ്ടത്തെ ഓസാണ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടി അങ്ങനെ കുളിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നതിന് വരെ ഗുഡ് ബൈ.